വാമൊഴി ചന്തം. വാമൊഴിക്ക് നല്ല ചന്തമാണ്. വാമൊഴി കേൾക്കാൻ നല്ല ചന്തമാണ്. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. കിലുക്കം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? കിലുക്കിലാ ശബ്ദം. കാതുകൾക്ക് ഇമ്പമേകുന്ന കിലുകിലാ ശബ്ദമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. നമ്മുടെ പാട്ടുകൾ കേൾക്കാൻ എന്ത് മധുരമാണ്. കാതുകൾക്ക് മാധുരിയേകുന്ന കിലുക്കം, കിലുകിലാ ശബ്ദം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. ഇനി ഇവിടെ കൊടുത്ത ചിത്രം കണ്ടോ? എത്ര മനോഹരമാണ്. നോക്കൂ, ആനക്കുട്ടി അതിൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടുന്നു. ഇതാണ് മാതൃസ്നേഹം അല്ലേ? നമ്മുടെ മാതൃഭാഷയുടെ വാത്സല്യത്തിൻ്റെ വലുപ്പമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൂവൻ കോഴിയും പിടക്കോഴിയും കുറുക്കനും എല്ലാം ഉണ്ടല്ലേ ഈ ചിത്രത്തിൽ. നമ്മുടെ തലമുറകളായി കൈമാറി വന്ന വാമൊഴിച്ചന്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് പൂഞ്ചോലക്കരികിൽ കൊന്നമരം. കൊന്നപ്പൂമരം നിറയെ പൂക്കളുണ്ടല്ലേ, പൊന്നിൻ നിറമുള്ള പൂക്കൾ. ഇതിനിടയിൽ ഇതിൻ്റെ ചുറ്റും പാറിപ്പറക്കുന്നത് കണ്ടില്ലേ പൂമ്പാറ്റകൾ. വൈരക്കല്ല് പോലെ, വൈരമുത്ത് പോലെ തിളങ്ങണല്ലേ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ ഭംഗിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിതിന് നടുക്ക് കൊടുത്ത ഈ നാടൻ പാട്ട് നമുക്കൊന്ന് പാടാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മൂകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അമ്മയും മക്കളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് ഈ നാടൻ പാട്ടിൽ ചിത്രീകരിക്കുന്നത്. വായ്ത്താരിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അല്ലേ? തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അടുത്തത് നാടൻ പാട്ടിലെ വരികളാണ്. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്. ഇവിടെ അതിശയോക്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ വേണ്ടി രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂവാണ് പറിച്ചല്ലേ. ഒന്നാമത്തേത് ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ വേണ്ടിയാണ്. രണ്ടാമത്തേതോ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ വേണ്ടിയാണ്. ഇനി ഊഞ്ഞാല്. ചില സംസ്കാരത്തിൻ്റെ ഭാഗമായി ചില സംസ്കാരത്തിൻ്റേതുമായി ബന്ധപ്പെട്ടതാണല്ലേ. ഇവിടെ കുന്ന്, കാവ് ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണല്ലേ. പിന്നെ വീണ്ടും വായ്ത്താരിയാണ് വരുന്നത്. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. വീണ്ടും വായ്ത്താരി കഴിഞ്ഞാൽ വീണ്ടും നാടൻപാട്ടാണ്. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. ഇവിടെയും മൂന്നാനമ്മയ്ക്കും മക്കൾക്കും നാലാം കാട്ടിലെ പൊന്മാലയാണല്ലേ. ഇതൊക്കെ അതിശയോക്തിയാണല്ലേ. ചാർത്താനാണ് അവർക്ക് ചാർത്താൻ പൊന്മാല.
ഇവിടെ പൊന്മാല കാട്ടിലെ പൊന്മാലയാണല്ലേ. ഇവിടെ കണ്ടില്ലേ കൊന്ന മരം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. എന്തു ഭംഗിയാണ്. അതിലെ തേൻ നുകരാൻ ആ പൊന്മാലയിലെ വൈരമുത്ത് പോലെ പൂമ്പാറ്റകൾ പാറി പറക്കുന്നല്ലേ. പൊന്നിൻ്റെ നിറമുള്ള ഈ കൊന്നപ്പൂമാലയാണ് നാലാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താനുള്ള 4-ാം കാട്ടിലെ പൊന്മാല. ഇനി നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാനോ 5-ാം ചെമ്മൂകിൽ പൂഞ്ചേല. ഇവിടെ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ 5-ാം ചെമ്മൂകിൽ പൂഞ്ചേലയാണ്. 5-ാനമ്മയ്ക്കും മക്കൾക്കും ഉള്ള സാരി അല്ലേ, ചേലാർന്ന സാരി. ചുവന്ന എന്താണ് ഭംഗിയാർന്ന മേഘം, ചുവന്ന മുകിലാണ്. അടുത്തെന്താ? അടുത്തത് വായ്ത്താരി. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അടുത്തത് എന്താണ്? ഇവിടെ ചോദ്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൂട്ടുകാരുമൊത്ത് ഈ പാട്ട്. അടുത്തത് കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. കുഞ്ഞുമക്കൾ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് നല്ല ഈണത്തിലൊക്കെ പാടട്ടോ. അടുത്ത ഇവിടെ ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? കുഞ്ഞുമക്കൾ വരികൾ കണ്ടെത്തി എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. 1-ാം അമ്മയ്ക്കും മക്കൾക്കും കുളിക്കാൻ 2-ാം കുന്നിന്മേൽ പൂഞ്ചോല. 2-ാം അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ 3-ാം കാവിലെ പിച്ചിപ്പൂ. 3-ാം അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ 4-ാം കാട്ടിലെ പൊന്മാല. 4-ാം അമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ എന്താണ് 5-ാം ചെമ്മൂകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അങ്ങനെയൊക്കെ എഴുതാം.